പുടിനോട് വിറപ്പിക്കലും വിരട്ടലും ഒന്നും നടക്കില്ല. കാരണം ഡൊണാൾഡ് ട്രംപിനെ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് പുടിൻ ഓരോ നീക്കവും നടത്തുന്നത്. പുടിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ യൂണിയൻ എന്നത് തകർക്കപ്പെടേണ്ട, അതല്ലെങ്കിൽ നിലനിൽക്കാൻ പാടില്ലാത്ത ഒരു സംഭവ വ്യവസ്ഥയാണ്. കാരണം യൂറോപ്പിൻ്റെ ക്ഷേമമല്ല അവർ പ്രധാനമായും ഉന്നമിക്കുന്നത്. അവർ ഉന്നമിക്കുന്നത് ചില രാജ്യങ്ങളുടെ തകർച്ചയോടൊപ്പം തന്നെ പാശ്ചാത്യ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏതാനും ചില രാജ്യങ്ങളുടെ ക്ഷേമ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകതയാണ് അവിടെ ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്ക സ്പോൺസേഡ് പ്രോഗ്രാമാണ് യൂറോപ്യൻ യൂണിയൻ പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പുടിൻ തുറന്നു പറയുന്നത് വെറുതെയല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ച് സമാധാന ചർച്ചയിലേക്ക് പോകണമെന്ന് അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് പുടിനും ഡൊണാൾഡ് ട്രംപും നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരു സംസാര വിഷയമായിരുന്നുവെങ്കിലും ആ വിഷയത്തിൽ ഒരു തീരുമാനം എത്താതെ ആ നടപടിക്രമങ്ങളുടെ രണ്ടാം ഭാഗം റഷ്യയിൽ തലസ്ഥാനമായ മോസ്കോയിൽ വെച്ച് തുടരും എന്ന് പറയുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്തത്. പുടിൻ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട് പുടിൻ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇത് വളരെ എഫക്റ്റീവായൊരു ചർച്ചയാണെന്നോ അല്ലെങ്കിൽ ഈ ചർച്ചയുടെ രണ്ടാം ഭാഗം വിജയം കാണുമെന്നോ ഒന്നും പറയുന്നില്ല. കാരണം പുടിന് അറിയാം 80കാരൻ്റെ ജൽപ്പനങ്ങൾ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഗതികെട്ട സാഹചര്യത്തിൽ പറയേണ്ടി വരുന്ന ചില വാക്കുകൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് നോബൽ സമ്മാനം കിട്ടുക. ബാറക് ഒബാമയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പല നേതാക്കൾക്കും അമേരിക്കയിൽ നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ തനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന വലിയ ചോദ്യം ഇപ്പോഴും ഡൊണാൾഡ് ട്രംപിനെ അലട്ടുകയാണ്. എന്തിൻ്റെ പേരിലാണ് നോബൽ സമ്മാനം കൊടുക്കേണ്ടതെന്ന് മാത്രമാണ് ചർച്ച. കൃത്യമായി വ്യക്തിത്വമില്ലാത്ത നടപടിക്രമങ്ങളാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒരു വശത്ത് യുദ്ധം പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടി, മറ്റൊരു വശത്ത് സമാധാനത്തിൻ്റെ ദൂതൻ. ഇങ്ങനെ രണ്ട് മുഖങ്ങളുമായി വ്യത്യസ്ത മനോഭാവവുമായി പല രാജ്യങ്ങളോടും പല സമീപനം എടുക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ നോബൽ സമ്മാനവും കൊടുത്ത് പൊന്നാടിയെ അണിയിക്കേണ്ട കാര്യം എന്താണ്? ഇതാണ് അവിടുത്തെ പ്രധാന വിഷയം. അയത്തുള്ള അൽ ഖമനിയെ വിറപ്പിച്ച് കളയാമെന്ന് ട്രംപ് കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹം വിറക്കില്ല എന്ന് മാത്രമല്ല, ട്രംപിൻ്റെ ഒരു ചെയ്തികളെയും ഭയക്കുന്നില്ല എന്നുള്ളതാണ്. ഇറാൻ എന്ന രാജ്യത്തെ നിലനിർത്താൻ ഖമനിക്ക് അറിയാവുന്ന ചില സൂത്രവിദ്യകളുണ്ട്. അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നതിനോടൊപ്പം തന്നെ ഇവിടെ റഷ്യ ഉക്രൈൻ യുദ്ധ സാഹചര്യം അത് റഷ്യ മനസ്സിലാക്കുന്നിടത്തോളം കൂടുതൽ രാജ്യങ്ങളെ തങ്ങളുടെ ടെറിട്ടറിയുമായി അനക്സ് ചെയ്തുകൊണ്ട് കൂടുതൽ ദുർബലമാക്കുക, യൂറോപ്യൻ യൂണിയനെ, സോവിയറ്റ് യൂണിയനെ തിരികെ കൊണ്ടുവരിക, യൂറോപ്യൻ യൂണിയനെ തകർക്കുക. ഫ്രാൻസും അതുപോലെ തന്നെ ഏതാനും ചില രാജ്യങ്ങളും ഫ്രാൻസിനോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളും റഷ്യയുടെ നടപടികളെ സ്വാഗതം ചെയ്യുകയാണ്. ബ്രിട്ടൻ നേരത്തെ പോയി, ഫ്രാൻസ് ഇനി പിന്നാലെ, അതിന് പിന്നാലെ മറ്റു ചില രാജ്യങ്ങളും. യൂറോപ്യൻ യൂണിയൻ ഇനി അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുമെങ്കിലും അവരെ ആരും വില കൊള്ളില്ല.